ഇത് സ്വാഗതം പറയില്ലേ? ഞാൻ ഹായ് ഹായ് അറിയും. ഓക്കെ, ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ ആര്യൻ്റെ ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. സമയം 8:30 ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. ലാപ്ടോപ്പൊക്കെ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കച്ചറ നടക്കുന്നുണ്ട് ഇവിടെ. കസാല നീക്കി കൊടുത്തില്ല, അങ്ങനെ 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 ചില്ലറ. അമ്മക്ക് മസിലില്ല. അച്ഛനെ വിളിച്ചണ്ടേ? അച്ഛനെ വിളിച്ചൂടിയാതോ? അച്ഛനെ വിളിച്ചൂടിയാതോ? എന്നിട്ട് ഇപ്പം ആരത് റെഡിയാക്കി തന്ന അച്ഛനല്ലേ? അരി കീറടിച്ച അരി പറയും പോ പോ. അത് ഞങ്ങൾ കാന്താരിയുടെ അത് ഓ അറിയില്ലേ? അതേപോലെ ഓ. ഇത് എന്താ? അമൃതപ്പൊടി. അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടിയാണ് നമുക്ക്. ഇങ്ങനെ ഈ വരട്ടിയണ്ടേ? ഇതെന്താ സംഭവം? ഇത് ചോളാണ്ടി പോലെ ഇജോ ഒറ്റക്കോ? നമുക്കെന്താ ബ്രെഡോ കാട്ടിക്കാൻ? ഞാനും ബ്രെഡ്, 2 കഷ്ണം ബ്രെഡ് ഒന്ന് എഡിറ്റിങ് കൂടെ കേട്ടെ. ബ്രെഡും കഴിക്കെന്താ? ജാമോ? ജാം നമ്മൾ 2 ദിവസം മുന്നേ വാങ്ങിയതാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയും ഇത് നമ്മൾ എന്താ വാങ്ങിയത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്. പിന്നെ ഇതെന്ത് സംഭവം? ഇത് ബുക്കാണ്, എനിക്ക് മനസ്സിലായി. ഒരു നോട്ട് ബുക്ക്. ഇതെന്താ സംഭവം? ഇതാരൊക്കെ? ഇജ എൻ്റെ ടീച്ചറോ? ഇത് ടീച്ചർ തന്ന ബുക്കാ? എന്തിനാണ്? ഇതിലെന്താ എഴുതണ്ടേ? പറയുമ്പോ എഴുതിയാ മതി. അതായത് സ്കൂള് പൂട്ടിട്ടോ? അതങ്ങനെ ഒട്ടിച്ചേക്കാം. അതായത് ടീച്ചർ നല്ല ഒരു അടിപൊളി ടീച്ചറാണ്. കുട്ടികളോട് വളരെയധികം നല്ല രീതിയിൽ നിന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അല്ലേ? നല്ല ടീച്ചറല്ലേ? ഇതെന്താ സംഭവം? അങ്ങനെ തല ഒടിച്ച് വെച്ചാലോ? ഇതെന്താ സംഭവം? പരീക്ഷക്ക് 3 ദിവസം പരീക്ഷ, പിന്നെ മറ്റൊന്ന് എന്താ നാളെ ഉണ്ടല്ലോ സ്കൂളില്ല. പിന്നെ സ്കൂള് പൂട്ടി. പിന്നെ 1-2 മാസത്തിന് തന്നെ ഇല്ല. പിന്നെ ഇതില് തേരാ പാരയാണ്. ഇപ്പൊ നമ്മൾ കണക്കാണോ പഠിച്ചത്? ഇതെന്താ? അതോ? ഒരു ഉമ്മേരോ? വെള്ളിയാഴ്ചയാണ്, അപ്പോൾ സ്കൂൾ നേരത്തെ തുടങ്ങും. എവിടെ കാണുന്നില്ല. ഞാനൊരു ഉമ്മേരാ കേട്ടോ. പൗഡർ നടക്കട്ടെ, ഷോപ്പല്ല. അപ്പോൾ ഓക്കെ, പോയിട്ട് വരുമോ? പിന്നെ ഞാൻ ഈ ഒരു ക്യാമറയിലേക്ക് ഇന്നലെ ഇട്ട ബാറ്ററിയാണത്. ഇത് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 46% ഇതിലിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ വീഡിയോ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്ത് വീട്ടിലെത്തി അതിന് വീഡിയോ ഇതിൻ്റെ ആപ്പുണ്ട് ക്യാമറ, ഈ ക്യാമറൻ്റെ ആപ്പായിട്ട് കണക്ട് ചെയ്ത് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തു. അത്രയും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ബാറ്ററിയിൽ ചാർജ് ഇപ്പോഴും ഇത്രയും ശതമാനം ഉണ്ടെന്ന് പറയുമ്പോഴേക്കില്ലേ ബാക്കപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റത്തെ മൈക്ക്. അതായത് ഇന്നലത്തെ വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൗണ്ട് അത്ര അങ്ങോട്ട് ക്ലിയർ ഒന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മൈക്കായിരുന്നു ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നത്. ഞാൻ തുറക്കുക. അപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഈ മൈക്കും ഇന്നലെ നിങ്ങൾ കണ്ട, അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മൈക്ക് എടുക്കട്ടെ. ഇന്നലെ നമ്മളൊരു മൈക്ക് എടുത്തില്ലേ, അതിപ്പോൾ ഏതാ? ഈ ഒരു മൈക്കും ഇത് രണ്ടും നമ്മൾക്ക്
അച്ചായൻ വാങ്ങി തന്നതാണ്. അച്ചായന് പോലും അറിയില്ല അത് അച്ചായനാണ് വാങ്ങിച്ചു തന്നത് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അച്ചായൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്നതായിരുന്നു, മുമ്പൊക്കെ നമ്മുടെ യാത്രക്കൊക്കെ സ്പോൺസർ ചെയ്തിരുന്നു നമ്മുടെ അച്ചായൻ. അപ്പോൾ അച്ചായന് പോലും അറിയില്ല ഇത് അച്ചായനാണ് ഈ മൈക്ക് വാങ്ങി തന്നത് എന്നുള്ളത്. അതായത് ഈ കാണുന്ന സാധനം ഫുള്ള് വാങ്ങി തന്നത് അച്ചായനാണ്. അതായത് അച്ചായൻ എനിക്ക് പൈസ അയച്ച ടൈമിൽ നിനക്ക് എന്താ ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അച്ചായൻ അറിയാതൊക്കെ വാങ്ങിയിരുന്ന സാധനമാണ് ഈ മൈക്കൊക്കെ. എന്ന് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ വാങ്ങിയിരുന്ന സാധനമാണ്. അപ്പോൾ ഇത് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു പിന്ന് കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു നമ്മളന്ന് ക്യാമറയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. അത് ഈ ഒരു പിന്ന് ഇതിന് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കാണിച്ചിരുന്നു അന്ന്. ഈ ഒരു പിന്ന് എവിടെ നിന്നൊരു കിട്ടും. ഇത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ഇത് കിട്ടാണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പിന്ന് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ക്യാമറ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പിന്നാണ് വേണ്ടത്. ഈ ഒരു പിന്ന് ഇതിൽ കണക്ട് ചെയ്യാമല്ലോ. ഞാനിതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ എന്താണ് സൗണ്ട് കാര്യങ്ങളൊക്കെ എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ സമയം 10 മണിയായി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എൻ്റെ ഡേ ആണ്. ഇന്ന് പോയി കഴിഞ്ഞാൽ 10 റുപ്യക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. എല്ലാവർക്കും അല്ല, എനിക്ക് പറ്റാറുണ്ട്. നോക്കാം നമുക്ക്. അതിനാദ്യം ഒന്ന് റെഡിയാക്കട്ടെ. അത് ഉപയോഗിക്കാം. മൈക്ക് ഓക്കെയാണ്, കണക്റ്റാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ കേസാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചാടുവാണെങ്കിലൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ഇതിന്. പക്ഷേ എങ്കിൽ ഇത് പറ്റില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൻ്റെ പിന്ന് വലിപ്പം കുറവാണ്, വലിപ്പം വേണം. പ്രശ്നമല്ല, ഇത് നമുക്ക് ഇങ്ങനത്തെ യൂസിങ്ങിനൊന്നും ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ വെക്കുന്നതിനൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ചാടില്ല. നമ്മൾ വ്ളോഗൊക്കെ ചെയ്ത് നടക്കുമ്പോഴേക്കാണ് ചാടുക. ഏതായാലും അതൊക്കെ അതിൻ്റെ സൗണ്ടിന് എത്ര വരാറില്ല. 10:05 ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കാക്കിയിടുന്നു, പോകുന്നു. അത്രേ ഉള്ളൂ പണി. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൈക്കിനെക്കാട്ടിലും നല്ലത് മറ്റേ മൈക്കായിരിക്കും എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഒരു സൗണ്ട് ഞാനൊന്ന് കേട്ട് നോക്കുമ്പോഴേ സമയം 10:15 കേട്ടോ. 10:15 നേരമായി. കൊള്ളാം. അപ്പൊ ഇന്നത്തെ ദിവസം 10:15 ടു ആണ്. നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് വരും. നമ്മൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി വീട്ടിൽ ബ്രെഡ് ആയിരുന്നല്ലോ. അപ്പൊ ബ്രെഡ് മേലൊന്നും നമ്മളെ കൊണ്ട് പിടിച്ചേക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. ഹോട്ടലാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. സ്റ്റാൻഡിൽ പോയി നോക്കും, അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വലാൻ കൊണ്ട് അങ്ങനെ പോകും. ഇനി ആരും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് കഴിക്കും. ഹോട്ടലാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. നമ്മൾ പോവുകയായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ നമുക്കൊരു ഫോൺ ട്രിപ്പ് നാട്ടിൽ നിന്ന് വരും. ഇതൊന്ന് എടുത്തു നോക്കാം. ഹലോ, അതായത് റേഷൻ കടയിൽ അവര് അരി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നലെ വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ റേഷൻ കടയിലേക്ക് പോവാം, അരി വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. അതാണ് നമ്മളുടെ പണി. 30 രൂപ. അതായത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. നമ്മളെ വീടിന്റെ അവിടെ നിന്ന് 3-ാമത്തെ 4-ാമത്തെ വീടായിരിക്കും അവരുടെ വീട്. ഈ ഒരു ഒറ്റ സഞ്ചിയല്ലേ? അതെന്താ ഇപ്പൊ ഇന്നലെ തന്നെ കൊണ്ടുവന്നോട് അടച്ചല്ലേ? ആയിക്കോട്ടെ. അവർക്കാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവണമില്ല. ഞാന് കാക്കുവിന്റെ പേരല്ല പറഞ്ഞത്, നിങ്ങളെ പേരാണോ മനസ്സിലായത്? നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ വില്ലേജിലേക്ക് തന്നെയാണ്, നമ്മളുടെ നാട്ടിലേക്ക്. എൻ്റെ വീടാണ് ഈ കാണുന്നത്. ക്യാമ്പിംഗ് വീഡിയോ എന്താ ചെയ്യാത്തത്, ക്യാമ്പിംഗ് വീഡിയോ ചെയ്യില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെന്താ സംഭവം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ടെൻ്റ് ഇല്ല. നമ്മളുടെ ടെൻ്റ് കരുവാരുണ്ടല്ലോ മുസമ്മിലിൻ്റെതായിരുന്നല്ലോ. അപ്പോൾ അവനൊരു ദിവസം നമ്മുടെ ക്യാമറ കംപ്ലൈൻറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ അവനൊരു ദിവസം ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം വിഷ്ണുവേട്ടാ ഒന്ന് കൊണ്ടുപോയാലോ ചോദിച്ചു. അപ്പം അന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അവൻ എന്നോട് പറഞ്ഞിരുന്നു ആവശ്യം ഉണ്ടാകുമ്പോൾ ചോദിച്ചോണ്ട് കേട്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ ചോദിച്ചില്ല. അപ്പം നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ടെൻറ്റ് വേണം. അപ്പം ടെൻറ്റ് ഇല്ലാത്തൊരു വിഷയമാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ സ്പോൺസർ ചെയ്യാം, ഞാൻ സ്വീകരിക്കുന്നതാണ് ടെൻറ്റ്. അപ്പോൾ ടെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്യാമ്പിങ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ടെൻറ്റ് നമ്മളെ കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് റെഡി ആയ ഉടനെ നമ്മൾ ക്യാമ്പിങ് ആരംഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ നാളെ തന്നെ റെഡിയാവാം, ചിലപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ടാവും റെഡിയാവുന്നത്. ഈ ക്യാമറ പറഞ്ഞ പോലെ, മനസ്സിലായല്ലേ? അപ്പോൾ അനുസരിച്ച് എന്തായാലും ഉണ്ടാവും. ക്യാമ്പിങ് ഇല്ലാക്കൂല കേട്ടോ. ക്യാമ്പിങ്ങും ട്രാവലിങ്ങും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്റ്റാൻഡിലേക്ക് എത്തിയ സമയം മറന്നിട്ടുണ്ടോ. ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഗ്യാപ്പിലാണ്. ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:32 ആയിട്ടുണ്ട്. നമ്മൾക്ക് ആരെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരാക്കൂല. ഉടനടി ഒരു ബ്ലോക്കിൽ വരുന്നതാണ്. എന്താ പറയുക,
ഒരു 30 രൂപ നമ്മൾ നാട്ടിലേക്ക് നേരത്തെ എടുത്തില്ല റേഷൻ കട, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടേക്കും കിട്ടിയിട്ടില്ല കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങുന്നത്, ഇന്ന് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങാടി കൂടെ ഒക്കെ. ഞാനിപ്പോൾ അവിടെ സ്റ്റാൻഡിൽ ചായയൊക്കെ പോയി കുടിച്ചതാണ്, അപ്പോഴൊന്നും കുഴപ്പമില്ല, ആളുകളൊക്കെ ഉണ്ട്. അതായത് നോക്കാം നമുക്ക്. ഇവിടെ ബാലേട്ടൻ വരുന്നുണ്ട്, വീണ്ടും വീണ്ടും ബാലേട്ടനാണ് താരം. ബാലേട്ടൻ ഓടിയോ കഴിഞ്ഞിട്ടല്ലേ? താത്താക്ക് വണ്ടിയാണ് ബാലേട്ടന്റെ ഐശ്വര്യം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെ താത്ത വിളിച്ചിട്ട് കൊണ്ടുവന്നത് ചെട്ടിയാറമ്മൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. ഇവിടെ നിന്ന് തിരിയുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെയെങ്കിൽ 30 രൂപയുടെ ട്രിപ്പാട്ടോ. കറക്റ്റ് 1.5 കിലോമീറ്റർ ആണ്. കറക്റ്റ് 1.5 കിലോമീറ്റർ. ഇവിടേക്ക് 1.5 കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് 30 രൂപ. ഇവിടെ നമ്മൾ റിട്ടേൺ അങ്ങാടിക്ക് തന്നെ പോവുകയാണല്ലോ. അപ്പൊ നമ്മൾക്ക് മൊത്തം കിലോമീറ്റർ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആയി. ഈ 3 കിലോമീറ്ററാണ് നമ്മൾക്ക് 30 രൂപ കിട്ടിയിട്ടുള്ളത്. ടീച്ചർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഒരു ഫോട്ടോ ആര്യൻ്റെ പാടുള്ള സെൽഫി ഉണ്ടാവും, അപ്പൊ അതൊന്ന് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുമെന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ചെറിയൊരു ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ളത്. ടീച്ചർക്ക് കൊടുക്കാനൊരു ഗിഫ്റ്റ് ഒരു 250 250 250. ഇനി നേരെ വീട്ടിൽ കേട്ടോ. 2:10 സമയം. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല, വിശന്നിട്ട് വയ്യ. എന്താ പറയാ, ആര്യക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് രസമുണ്ടാവുക. ചില ഫോണിലെടുത്ത ഫോട്ടോ അല്ലേ? ചെറുതാട്ടോ ഗിഫ്റ്റ്. വരെ പോകുമ്പോൾ കൊടുത്തോണ്ട് വന്നു കേട്ടോ. എന്തൊക്കെ അറിയാം? മീനില്ല, ഇന്നലെ നമ്മൾ വാങ്ങിയ മീനാണ്. കുഴപ്പമില്ല, 3 മീനുണ്ട്. പിന്നെ വെണ്ടയ്ക്കും തക്കാളിയും കറി കൂട്ടിക്ക് വെച്ചിട്ടേ കഴിക്കുക. ഒരു 3 മണിക്ക് പോകുന്നുള്ളൂ, ചൂടാക്കണ്ടേ. ₹45,000 മണിയേട്ടാ. അപ്പം ഞാൻ അതിൻ്റെ വൈഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ ശ്രദ്ധിക്കണം, ടി വിയിൽ കാണുമ്പോഴേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൈഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മണിയാട്ടം ചോദിച്ച ഈ ചെറിയ സ്ഥാനത്തിനാണോ ഭ്രാന്ത്? വലിയൊരു ക്യാമറ ആകുമ്പോൾ ലക്ഷങ്ങൾ വേണേ. എന്താ വേണ്ട, ഈ കുഞ്ഞൻ ക്യാമറക്ക് ഇത്രയാണെങ്കിൽ വലുതിന് എത്ര കാരം? എന്താ മണിയേട്ടനാണ് നമ്മളാളാണ്. 4,500 4,500 മൂപ്പരോട് ഇങ്ങനെ അടിച്ചു കൊടുത്തു. 4,500 9,000 ലാസ്റ്റ്. പഴയ ക്യാമറക്ക് 39. വലിപ്പം സെയിം തന്നെ, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഫോക്കസ് ഒക്കെ കയറ്റം വേണ്ട, ആണെങ്കിൽ എങ്ങനെയാക്കാം, എന്തെങ്കിലുമൊക്കെ കയറ്റി കൂട്ടിയാണ്ട് ചെജ്ജല്ലാത്ത. ഇപ്പം എങ്ങനെയുണ്ട് പറയട്ടെ. ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ള ഷോട്ടുകളൊക്കെ അങ്ങനെ വരും. വൈഡ് കുറച്ചുണ്ട്. ഞാൻ കുറക്കണ കരുതി, ഞാൻ മറന്ന് ഷൂട്ട് ചെയ്താണ്. ഞാൻ ഇന്നലെ തന്നെ കുറക്കണ കരുതി വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ. ശ്രദ്ധിക്കുക, എല്ലാവരും കൂടെ ശ്രദ്ധിക്കേണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു 120 രൂപയുടെ ട്രിപ്പ് പോയി വരുവാണ്. നമുക്കിന്ന് കിട്ടിയത് ഏറ്റവും വലുത് 120-ൻ്റെയാണ്. ഒരു 100 കിട്ടിയ 80 കിട്ടി. 120 ആണെന്ന് ഈ നേരം വരെ വലുതായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 6 മണിക്ക് 1 മിനിറ്റ്. വന്നിട്ടുള്ളത് താളിയംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. താളിയംകുണ്ടിക്ക് എത്തേണ്ട അതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു, സ്കൂളിൻ്റെ അവിടേക്കായിട്ട്. അപ്പോൾ ഇവിടെ ഈ റോഡിന്റെ പണി നടക്കുകയാണ്. ഈ റോഡ് സാധാ ഒരു പഞ്ചായത്ത് റോഡായിരുന്നു. ഞാൻ അതിന് മുമ്പ് താളിയംകുണ്ട് ഭാഗം കാണിച്ചതാണ്. അന്ന് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റോഡൊക്കെ ഒന്ന് റബ്ബറൈസർ ആക്കിക്കൂടെ, റബ്ബറൈസ് ചെയ്തുകൂടെ, PWDക്ക് കൊടുത്തൂടെ എന്നൊക്കെ. അപ്പോൾ ഈ റോഡിന്റെ റബ്ബറൈസിങ്ങിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോളിംഗ് ഒക്കെ നിരത്തി അതിന്റെ മേലേക്കൂടെ മെറ്റലൊക്കെ പാകിയിട്ട് നമുക്കൊരു ചെറുമട്ടം സ്പീഡിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലയിടങ്ങളിലും ഓവാലും അതുപോലെ തന്നെ ടാറിങ്ങൊക്കെ, പഴയ ടാറിങ്ങൊക്കെ കളച്ച് മാന്തിയിട്ടേക്കൊക്കെയാണ്.
ചെന്നാൽ പോലും നമ്മൾക്കിപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെയൊക്കെ കടന്നു പോകാൻ വേണ്ടി പറ്റും. വലിയ സ്പീഡിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. ഏതാനും ഒരു 2-3 ആഴ്ച കൂടി കഴിയുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ഇത് പൂർണ്ണമായിട്ട് റോഡാവും എന്നുള്ളത്. അതായത് റെഫറൻസ് ഒക്കെ ചെയ്ത് റോഡ് പൂർണ്ണമായിട്ടും ആവും എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഈ റോഡ് ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം ആളുകളാണ്, അതായത് കുറച്ചൊന്നും കുടുംബങ്ങളല്ല ഈ ഒരു സൈഡിലേക്കൊക്കെ ഉള്ളത്. ഒരുപാട് പേര് താമസിക്കുന്ന ഏരിയയാണ്. ഇവർക്കൊക്കെ ഒരു കുറച്ച് വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡ് അനിവാര്യമാണ്. തീർച്ചയായിട്ടും അത് വരുന്നു, നടപ്പിലാകുന്നു എന്ന് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. എവിടെ പോയി ആളെ കാണാനില്ലല്ലോ. 8:10 ഞാൻ വീട്ടിൽ കയറിയേക്കണ്ട. എന്ത് തിന്നണേ? ചപ്പാത്തിയോ? ചപ്പാത്തിൻ്റെ ഒപ്പം വേറെ സാധനം കൂടി കാണണ്ടല്ലോ. തന്നെ ചോറ് വേണ്ട, ചപ്പാത്തി മതി. ഇതെന്താ അതെന്താ പൂവോ? ചപ്പാത്തി പൂവാണുള്ളത് അല്ലേ? ഇതുണ്ടാക്കിയതാ? അതിനുള്ള മണ്ടൊക്കെ ഉണ്ടാക്കില്ലേ? സൂപ്പറാട്ടത്. പക്ഷെ ഇത് ഫുഡല്ലേ, അതൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ഭക്ഷണം കിട്ടാത്തേ ഒരുപാട് കുട്ടികളുണ്ട്. ഇതിലോ ഭക്ഷണം ഇങ്ങോട്ടൊക്കെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അറിയോ? കാണിച്ചു തരണ്ട കേട്ടോ വീഡിയോ. എന്തായാലും കുഴപ്പമില്ല, രസമുണ്ട്. പൂ രസമായിക്കണ്. ഇന്ന് ടീച്ചർക്ക് സമ്മാനം കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായി ടീച്ചർക്ക്? ടീച്ചർക്ക് ഇഷ്ടമായില്ലേ? കൊറേ കുട്ടികൾ കൊടുത്തിണോ സമ്മാനം? ഇവിടെ സ്കൂളിൽ കൂട്ടിയോ? കൊറേ കുട്ടികൾ കൊടുത്തിട്ടില്ലല്ലേ? ആത്തിഫ് മാത്രം കൊടുത്ത്? എന്തിന്? കുറച്ചും കൂടി ഉഷാറാക്കിയാൽ നമുക്ക് വേണമെങ്കിൽ കാര്യ. അത് കുഴപ്പമില്ല, നല്ല മൊമെൻ്റ് അല്ലേ നമ്മളാ കൊടുത്ത ഒരു ഗിഫ്റ്റ്. ടീച്ചർക്ക് എന്താ, ടീച്ചർ ഇവരെ മക്കളെ പോലെയാണ് ടീച്ചർ കാണുന്നത്. അപ്പം അങ്ങനത്തെ ടീച്ചറെ പേരെന്താ? ആരുടെ ടീച്ചറെ പേരെന്താ? ഷെരീഫ ടീച്ചർ അല്ലേ? ഷെരീഫ ടീച്ചർ. അപ്പോൾ ഷെരീഫ ടീച്ചറാണ് ആദ്യത്തെ ടീച്ചർ. ഞാൻ അടുത്ത പ്രാവശ്യം UKG ആകുമ്പോൾ ടീച്ചർ മാറൂലേ? യൂട്യൂബറാ? അവിടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണ ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറാണ്. അവിടെ സ്കൂളത്തെ കാര്യങ്ങൾ മാത്രം അങ്ങനെ. അപ്പം അങ്ങനെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം 8:15 8:15 ഇനി ഞാൻ നേരത്തെ വരാൻ കാരണം ഇന്നലെ ഞാൻ വരുമ്പോഴേക്കും ഉറങ്ങി. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ജനൽ തുറന്നിടാം. അപ്പോൾ കുറേയൊക്കെ ജനൽ തുറന്നിടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇത് തുറന്നിടുകയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് നേരം ഞാൻ കിടക്കുന്നത് വരെ, ഞാൻ കിടക്കാന്ന് പറഞ്ഞാൽ ഞാൻ 10 മണി 11 മണിയൊക്കെ ആവും ചിലപ്പോൾ കിടക്കാൻ, എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ തുറന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടക്കും, അതുവരെയുള്ള തണുപ്പേ കയറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ 900-ന് 10 രൂപയുടെ കുറവ് അത്രയും രൂപയ്ക്കാണ് ഓടിയിട്ടുണ്ട്. എന്താ പറയുക, എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഓടി, നാളെ ചിലപ്പോൾ ശനിയാഴ്ചയാണ്, പ്രതീക്ഷയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തേ മുട്ട വാങ്ങിയിട്ടില്ലേ? മുട്ട വാങ്ങിയിട്ടില്ല. എന്നാ പിന്നെ മുട്ട വാങ്ങാൻ പറഞ്ഞൂടെന്നോ? മുട്ട വാങ്ങിയില്ല? മുട്ട ഉണ്ടേ, അടയ്ക്കണ തരയാണ്. മുറുക്കാനല്ലേ? അണ്ടി ഇവിടെ അണ്ടി ചമ്മന്തിയോ? കശുവണ്ടി കൊണ്ട് ചമ്മന്തി, മാങ്ങ ചമ്മന്തി, അങ്ങനെ കുറേ ചമ്മന്തികളൊക്കെയാണ്. ഏതായാലും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് നാളെ തുടരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാം, ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.